നമുക്കൊപ്പം ഇപ്പോൾ പത്തനംതിട്ട ബിഷപ്പ് സാമുവൽ മാർ ഇറാനിയോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. വേദനയുടെ നിമിഷങ്ങളാണെന്നറിയാം പിതാവേ. അപ്രതീക്ഷിതമായിരുന്നു, കാരണം തിരിച്ചു വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിക്കുക മാത്രമല്ല, ലോകം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സന്ദേശങ്ങളൊക്കെ വിശുദ്ധ വാരത്തിൽ കേൾക്കുമ്പോൾ വലിയ ആശ്വാസമായിരുന്നു, സമാധാനമായിരുന്നു. സംസാരിക്കാൻ, ലോകത്തിന് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ടെന്ന പ്രതീക്ഷയായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് ഈ ഒരു ഘട്ടത്തിൽ അവിശ്വസനീയമാണ്. പക്ഷേ അവസാന നിമിഷം വരെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നിലനിന്നു. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ മുഖം നോക്കാതെ, മറ്റുള്ളവർ എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കാതെ സത്യസന്ധമായി പങ്കുവയ്ക്കാനും അത് നിറവേറ്റി കിട്ടാൻ പരമാവധി തന്നെ സമർപ്പിക്കാനും തയ്യാറായി എന്നുള്ളതാണ്. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി അവസാന നിമിഷം വരെ ആരോഗ്യം നോക്കാതെ, സുരക്ഷിതത്വം നോക്കാതെ അദ്ദേഹം ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന്, വാക്കുകൾക്ക് വില നൽകിയത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ആ ഒരു വിശുദ്ധിയാണ്. ഈ ലോകത്തെ മുഴുവനും ഒരു കുടുംബമായി, ഒരു തറവാടായി അദ്ദേഹം കണ്ടു. ലോകത്തിൽ ഏത് ഭൂഖണ്ഡത്തിൽ, ഏത് പ്രദേശത്ത് വേദനയും അസ്വസ്ഥതയും ഉണ്ടായാലും തന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ ഇടയായിത്തീരുന്നു എന്നുള്ളതാണ്. ആ ഒരു പിതൃത്വം, ലോകത്തിനൊരു പിതാവ്, കത്തോലിക്ക സഭയുടെ പിതാവ് എന്നുള്ള നിലയിലായിരുന്നില്ല, ലോകത്തിന് ഒരു സംരക്ഷകൻ, ഒരു പിതാവ്, നിഷ്കളങ്കനായ ഒരു പിതാവുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു സാന്നിധ്യം മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. 2018 അദ്ദേഹത്തെ ചെന്ന് സന്ദർശിച്ച സന്ദർഭമെല്ലാം ഓർമ്മിക്കുന്നുണ്ട്. മറക്കാനാകാത്ത അവരനുഭവങ്ങളാണ്. ഒരു പരിശുദ്ധിയുടെ ആ ഒരു സ്പർശനം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിലെല്ലാം അനുഭവിക്കാൻ ഇടയായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏത് കാര്യത്തെ സംബന്ധിച്ചും പരിശുദ്ധ മാർപ്പാപ്പായുടെ നിലപാടെന്ത് എന്നറിയാൻ വേണ്ടി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ വേർപാട് ലോകത്തിന് മുഴുവനും ദുഃഖം പകരുന്നതാണെന്ന് സംശയമില്ല. ലോകം മുഴുവനും ഒരു പിതാവായി അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതിൽ വലിയ ആശ്വാസവും സമാധാനവും കണ്ടെത്തും.